Assalamu Alaikum. Good morning to all. Welcome to the Maths class. Let us start the class with dua for knowledge. Rabbi Yasir, Wala Tu'asir, Wa Tammim Bil Khair, Wa Bika Nasta'inu, Ya Fattahu, Rabbi Sidane Alma, Rabbi Sidane Alma, Rabbi Sidane Alma. So today we are going to learn the equivalent fractions. Okay, so what do you mean by equivalent fraction? Equivalent fractions എന്താണ്? ഒരു ഫ്രാക്ഷന് തുല്യമായിട്ടുള്ള ഫ്രാക്ഷൻസ്. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ ഇക്വലന്റ് ഫ്രാക്ഷൻസ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്? സോ ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഓഫ് എ ഗിവൺ നമ്പർ, given fraction by multiplying or dividing the numerator and the denominator by the same number. എങ്ങനെയാണ് നമ്മൾ ഒരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യുന്നത്? എങ്ങനെ ഫൈൻഡ് ചെയ്യും? അതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഏതെങ്കിലും ഒരു സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തന്നേക്കുന്ന ഫ്രാക്ഷൻ്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ വിൽ ഷോ യു. Find the equivalent fractions of 1/3. So 1/3 എന്ന് പറയുന്ന ഫ്രാക്ഷൻ 1/3യിൽ ന്യൂമറേറ്റർ 1 ആണ്, ഡിനോമിനേറ്റർ എന്താണ് 3 ആണ്. സോ 1/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ്റെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആണ്. സോ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് 1/3 എന്ന് പറയുന്ന നമ്പർ ഫ്രാക്ഷനിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 2. ഓക്കെ, സോ 2ലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ സെയിം നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ വാട്ട് ഇസ് ദ ആൻസർ? 1 2s are 2, നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതി. 3 2s are 6. സോ ഫസ്റ്റ് എന്താണ്? 1/3 എന്ന് പറയുന്ന ഫ്രാക്ഷൻ്റെ ഒരു ഇക്വലന്റ് ഫ്രാക്ഷനാണ് എന്തെന്ന് പറയുന്നത്? 2/3. എന്താ നമ്മൾ ചെയ്തത്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യുന്നത്? ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യുന്നത്. സോ 1/3യുടെ വേറൊരു ഇക്വലന്റ് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക? സോ 1/3യിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ അടുത്ത് നമുക്കൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് 3/9. ഓക്കെ, സോ 1/3യുടെ മറ്റൊരു ഇക്വലന്റ് ഫ്രാക്ഷനാണ് എന്തെന്ന് പറയുന്നത്? 3/9. ദെൻ 1/3യുടെ വേറൊരു ഇക്വലന്റ് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1/3 ഇൻറ്റു നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് 5/15. സോ 1/3യുടെ മറ്റൊരു ഇക്വലന്റ് ഫ്രാക്ഷനാണ് എന്തെന്ന് പറയുന്നത്? 5/15. ദെൻ 1/3യെ ഞാൻ വീണ്ടും ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദ ആൻസർ ഈസ് 6/18. Okay, so the equivalent fractions of 1/3 are 2/6, 3/9, 5/15 and 6/18. Okay, so 1/3യുടെ equivalent fractions ഏതൊക്കെയായിരുന്നു മിസ് ഫൈൻഡ് ചെയ്തത്? 2/6, 3/9, 5/15 and 6/18. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഫ്രാക്ഷൻ്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ കൊണ്ട് തന്നെ വേണം ഡിനോമിനേറ്ററിലും നമ്മൾ എന്ത് ചെയ്യാൻ? മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, so find the equivalent fractions of 6/20.
സോ 6/20 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ്റെ എന്താണ് ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. സോ 6/20 നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യാം. സോ മിസ് ഇക്വലൻറ്റ് ഫ്രാക്ഷൻസിൻ്റെ പറഞ്ഞിരുന്നു എന്താണ്, മൾട്ടിപ്ലൈയിങ് ഓർ ഡിവൈഡിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ദി സെയിം നമ്പർ. ഓക്കെ, സോ മിസ് ആദ്യം എന്താണ് ചെയ്തത്, മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഇപ്പോൾ 16/20 നമുക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് കോമൺ ആയിട്ട് നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഫ്രാക്ഷൻ എന്ത് തന്നെയാണ്, ഇക്വലൻറ്റ് ഫ്രാക്ഷൻ ആണ്. സോ 16/20, സോ 16നെയും 20നെയും നമുക്ക് കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? കാരണം ഏത് 16നും 20നും 2ൻ്റെ ടേബിളിലുണ്ട്, 4ൻ്റെ ടേബിളിലുണ്ട്. ഓക്കെ, സോ 16 നമ്മൾ ഫസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ദെൻ 20 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ വി ഗെറ്റ് 8/10. സോ 16/20ൻ്റെ ഒരു ഇക്വലൻറ്റ് ഫ്രാക്ഷനാണ് എന്താണെന്ന് പറയുന്നത് 8/10. സോ 8/10 എന്ന് പറയുന്നത് എന്താണ്, ഇക്വലൻറ്റ് ഫ്രാക്ഷൻ ആണ്. സോ നമ്മളിവിടെ ചെയ്തത് എന്താണ്, സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ 6/20ന് വേറൊരു ഇക്വലൻറ്റ് ഫ്രാക്ഷൻ പറഞ്ഞേ. സോ കോമൺ ആയിട്ട് നമുക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, നിങ്ങൾ ന്യൂമറേറ്ററിൽ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ കൊണ്ട് തന്നെ വേണം, ന്യൂമറേറ്ററിൽ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ കൊണ്ട് തന്നെ വേണം ഡിനോമിനേറ്ററിലും നമ്പർ ഡിവൈഡ് ചെയ്യാൻ. സോ ന്യൂമറേറ്ററിൽ ഞാനൊരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡിനോമിനേറ്ററിൽ ഞാനൊരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ വി ഗെറ്റ് 4/5. സോ equivalent fractions of 6/20 are 8/10 and 5/4. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്തത് മിസ്, ഒരു സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ നേരത്തെ നമുക്ക് എന്താണ് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് ഇതിനെ കണ്ടുപിടിക്കുന്നത്, 6/20. സോ 6/20നെ ഞാൻ ന്യൂമറേറ്ററിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 20യെ ഞാനൊരു ഡിനോമിനേറ്ററിനെ ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് 32/40. സോ 6/20ൻ്റെ ഒരു ഇക്വലൻറ്റ് ഫ്രാക്ഷനാണ് എന്ത്, 32/40. ഓക്കെ, so what is equivalent fractions? Equivalent fractions of a given fraction by multiplying or dividing the numerator and the denominator by the same number. ഒരു ഫ്രാക്ഷൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരു സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ കിട്ടുന്ന ഫ്രാക്ഷൻ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻ ആയിരിക്കും. ഓർ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ആ കിട്ടുന്ന ഫ്രാക്ഷനും എന്തായിരിക്കും, തന്നിരിക്കുന്ന ഫ്രാക്ഷൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, so write any two equivalent fractions of each of these fraction. കുറച്ച് ഫ്രാക്ഷൻസ് മിസ് എഴുതിയിടും, അതിൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യുക. ഫസ്റ്റ് വൺ 2/3, സെക്കൻഡ് വൺ 3/4.
സോ ഇതിൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ആണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഇനി 2 ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ആണ് ഫൈൻഡ് ചെയ്യുന്നത്, ഏതെങ്കിലും 2 ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ്. അപ്പോൾ എന്ത് ചെയ്യുക, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, പിന്നെ വേറൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. സോ ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, 2/3ൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യാം. എങ്ങനെയാണ് 2/3ൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യുന്നത്? 2/3 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഞാൻ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് 2 3s are 6 and 3 3s are 9. സോ നമ്മുടെ ഫസ്റ്റ് ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് കിട്ടി, ഏതാണ്? 6/9. ദെൻ ഇനി അടുത്ത ഒരു 2/3ൻ്റെ മറ്റൊരു ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ഞാൻ ഫൈൻഡ് ചെയ്യാൻ പോയാണ്. എങ്ങനെയാണ്? 2/3, സോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാനൊരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് 8/12. ഓക്കെ, 8/12. സോ 2/3ൻ്റെ 2 ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ്? 6/9ഉം 8/12. Okay, so 2/3, so we can write 2/3 is equal to 6/9 equal to 8/12. ഓക്കെ, 2/3ൻ്റെ 2 ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ആണ് ഫൈൻഡ് ചെയ്തത്. എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തത്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? തന്നിരിക്കുന്ന ഫ്രാക്ഷൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻ ആയിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എക്സെട്ര. സോ 2/3ൻ്റെ 2 ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ്? 6/9 ആൻഡ് 8/12. നെക്സ്റ്റ് ഇനി എന്താണ്? നെക്സ്റ്റ് 3/4. സോ 3/4ൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? സോ 3/4നെ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഏതെങ്കിലും 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഞാനിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് 6/8. ഓക്കെ, 6/8. സോ 3/4നെ ഫസ്റ്റ് ഞാൻ 2 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എനിക്ക് കിട്ടിയ ആൻസർ 6/8. ഇനി വേറൊരു അടുത്ത ഇക്വലൻറ്റ് ഫ്രാക്ഷൻ എങ്ങനെയാണ് 3/4ൻ്റെ കണ്ടുപിടിക്കുന്നത്? സോ 3/4 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാനൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് 9/12. സോ 9/12. സോ ദ ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ഓഫ് 3/4 are ഏതൊക്കെയാണ്? 6/8 and 9/12. ഓക്കെ, സോ ഒരു ഫ്രാക്ഷൻ്റെ ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ അങ്ങനെയുള്ള ഫ്രാക്ഷൻ, അപ്പോൾ കിട്ടുന്ന ഫ്രാക്ഷൻ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ്റെ എന്തായിരിക്കും? ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? (4/5). Find the equivalent fractions of 4/5. So write any 2 equivalent fractions of 4/5. So 4/5ൻ്റെ 2 equivalent fractions ഫൈൻഡ് ചെയ്യാൻ പോയാണ്. സോ എങ്ങനെയാണ് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യുന്നത്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഞാൻ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വി ഗെറ്റ് 8/10. സോ 4/5ൻ്റെ ഒരു ഇക്വലൻറ്റ് ഫ്രാക്ഷനാണ് എന്തെന്ന് പറയുന്നത്? 8/10. ഇനി വേറൊരു ഫ്രാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വേറൊരു ഇക്വലൻറ്റ് ഫ്രാക്ഷൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് 12/15. ഓക്കെ, 12/15. 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12, 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15. സോ ദ ആൻസർ ഈസ് 12/15. ഓക്കെ, സോ 4/5ൻ്റെ 2 ഇക്വലൻറ്റ് ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ്? 8/10 ആൻഡ് 12/15. Is it clear?
So find out whether 6 by 10 and 3 by 5 are equivalent. So തന്നിരിക്കുന്ന രണ്ട് ഫ്രാക്ഷനും ഇക്വലന്റ് ഫ്രാക്ഷൻ ആണോ എന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ തന്നിരിക്കുന്ന രണ്ട് ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ്? 6 by 10 ആൻഡ് 3 by 5. സോ ഇത് ഇക്വലൻ്റ് ആണോ എന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെയാണ് ഇത് ഫൈൻഡ് ചെയ്യുന്നത്? ഇത് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? 6 by 10ഉം 3 by 5ഉം ഇക്വലൻ്റ് ആണോ എന്ന് തന്നു കഴിഞ്ഞാൽ, ആണോ എന്ന് ചെക്ക് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. ഓക്കെ, സോ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 6 by 5 എത്ര ആൻസർ കിട്ടുന്നത്? 30. ദെൻ ആദ്യത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിനെ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ എന്താണ്? ക്രോസ് പ്രോഡക്റ്റ് എന്താണ് നമുക്ക് കിട്ടിയത്? ഈക്വൽ ആണ്. ദാറ്റ് ഇസ് 6 into 5 30 ആണ്. 10 into 3 എന്ന് പറയുന്നത് 30 ആണ്. സോ ക്രോസ് പ്രോഡക്റ്റ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ഫ്രാക്ഷനും ഈക്വൽ ആണെന്ന് പറയാം. Okay, the cross product are equal. So we can say that 6 by 10 and 3 by 5 are equivalent. Okay, so the cross product of a pair of equivalent fractions are equal. രണ്ട് ഇക്വലന്റ് ഫ്രാക്ഷൻസിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? ക്രോസ് ചെയ്യുക. അതായത് 6നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 10നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ രണ്ടും സെയിം ആൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സെയിം ആൻസർ ആണെങ്കിൽ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് എന്തായിരിക്കും? ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആയിരിക്കും. ഓക്കെ, so find out whether 24 by 45 and 8 by 15 are equivalent. So 24 by 45ഉം 8 by 15ഉം equivalent fractions ആണോ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? So 24 by 45 8 by 15. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, അതായത് ക്രോസ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങോട്ട് ക്രോസ് ആയിട്ട് രണ്ട് വര വരയ്ക്കുക. കണ്ടോ? ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് 24 into 15. സോ 24നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വാട്ട് ഇസ് ആൻസർ? 360. 24നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 360 കിട്ടും. ഇനി എന്ത് ചെയ്യുക? 45നെ നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 45 into 8. സോ വാട്ട് ഇസ് ആൻസർ? അഗെയിൻ 360. സോ ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് എന്താണ്? ഈക്വൽ ആണ്. The cross product are equal. So we can say that 24 by 45 and 8 by 15 are equivalent. So the fractions are, the cross product are equal. So the cross product are equal. So the fractions are equivalent. So 24 by 45 and 8 by 15 are equivalent fraction. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഫൈൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ അപ്പോൾ കിട്ടുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആയിരിക്കും. ഓക്കെ, സോ ഇനി രണ്ട് ഫ്രാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇക്വലന്റ് ഫ്രാക്ഷൻ ആണോ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്? സോ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക, അതായത് ക്രോസ് ആയിട്ട് വരച്ചിട്ട് നമ്മൾ ആ രണ്ട് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ആദ്യത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിനെ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. സോ അതിൻ്റെ രണ്ടിൻ്റെ ആൻസർ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ഈക്വൽ ആണ്. സോ ആ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് എന്തായിരിക്കും? ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? So I hope all of you understand the equivalent fractions. So let's wind up the class. Assalamu Alaikum.